നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന മന്ത്രപരിചയമാണ്. ഓരോ ദിവസത്തിനും അനുസരിച്ച് മന്ത്രങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് നിത്യം ജീവിതത്തിൽ അത് പ്രയോഗിച്ചാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നതിന് ഈ മന്ത്രങ്ങൾ വേണ്ടത് തെരഞ്ഞെടുത്ത് നിത്യം ജപിക്കുന്നതിലൂടെ നമുക്ക് എളുപ്പം സാധിക്കുന്നതാണ്. അത്തരത്തിലൊരു വിഷയമാണ് ഇന്ന് പറയുന്നത്. വളരെ വിശേഷപ്പെട്ട ഏതാനും മന്ത്രങ്ങളെ ദിവസത്തിന്റെ അനുസരിച്ച് പരിചയപ്പെടുത്തുകയാണ്. വീഡിയോ നഷ്ടപ്പെടുത്തരുത്. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ മന്ത്രവിശേഷത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ ഓരോ ദിവസത്തിനനുസരിച്ച് ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ജപിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ് ഇരിക്കും. ശക്തിയുടെ ഉറവിടങ്ങളാണ് മന്ത്രങ്ങൾ. മന്ത്രങ്ങളുടെ ആവർത്തനങ്ങൾ ഫലം വർദ്ധിപ്പിക്കുന്നതാണ്. നിരന്തരമായ മന്ത്രജപത്തിലൂടെ നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും നീങ്ങുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായ സുഖവും സന്തോഷവും വരെ ലഭിക്കുന്നതാണ്. ഓരോ ദിവസത്തിനും അനുസരിച്ച് മന്ത്രങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. അങ്ങനെ ജപിക്കുന്ന പക്ഷം വളരെ ഐശ്വര്യത്തെ, അത് പ്രയോജനത്തെ നൽകും. നമുക്കിനി ഓരോ ദിവസത്തെയും പ്രധാന മന്ത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഞായറാഴ്ച ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഞായറാഴ്ച ദിവസം സൂര്യദേവന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ സൂര്യ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത്. ഓം ശ്രീ സൂര്യായ നമ എന്ന മന്ത്രത്തെ ഞായറാഴ്ച ദിവസം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അത് വളരെ വിശേഷമായിട്ടുള്ള ഫലത്തെ നൽകും. സൂര്യായ നമ എന്ന മന്ത്രത്തോടൊപ്പം ഓം ശ്രീ ദുർഗേ നമ എന്ന മന്ത്രവും ജപിക്കുന്നത് വിശേഷമാണ്. ആവർത്തിച്ച് ഞായറാഴ്ച ദിവസം ഈ മന്ത്രങ്ങൾ ഒന്ന് മനസ്സിൽ ജപിച്ചു നോക്കൂ. അതിശക്തമായിട്ടുള്ള ഫലത്തെ അത് നിങ്ങൾക്ക് നൽകും. അടുത്തത് നമുക്ക് തിങ്കളാഴ്ച ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഒന്ന് പരിചയപ്പെടാം. തിങ്കളാഴ്ച ദിവസം പരമശിവനെയാണ് ധ്യാനിക്കേണ്ടത്. ഓം നമഃശിവായ എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. തിങ്കളാഴ്ച ദിവസം ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി ശിവമന്ത്രങ്ങൾ മനസ്സിൽ നിരന്തരമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും എളുപ്പം ജപിക്കാവുന്ന മന്ത്രമാണ് ഓം നമഃശിവായ എന്നുള്ളത്. ഇത് നിരന്തരമായി അന്നേ ദിവസം നമ്മുടെ മനസ്സിൽ അറിയാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. വളരെ അത്ഭുതപൂർണമായിട്ടുള്ള ഒരു ഫലവിശേഷം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. ഇനി ചൊവ്വാഴ്ച ജപിക്കേണ്ട മന്ത്രത്തെ നോക്കാം. ചൊവ്വാഴ്ച ശ്രീരാമസ്വാമിയാണ് ഭജിക്കേണ്ടത്. ഓം ശ്രീറാം ജയ റാം ജയ ജയ റാം എന്ന മന്ത്രം നിരന്തരം ചൊവ്വാഴ്ച ദിവസം ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിവിശേഷമായിട്ടുള്ള ഫലത്തെ നൽകും. കൂടാതെ ഓം ശ്രീ ഹനുമതേ നമ, ജയ് ബജ്രംഗ് ബലി തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും നീങ്ങുന്നതാണ്. അടുത്ത നമുക്ക് ബുധനാഴ്ച ജപിക്കേണ്ട മന്ത്രങ്ങളെ ഒന്ന് നോക്കാം. ബുധനാഴ്ച ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതാണ് ഉത്തമം. ശ്രീ ഗണേശായ നമ, ഓം ഗം ഗണപതേ നമ എന്നീ മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നിരന്തരമായി അന്നേ ദിവസം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വ്യാഴാഴ്ച ജപിക്കേണ്ട മന്ത്രങ്ങളെ പരിചയപ്പെടാം. വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മഹാവിഷ്ണു മന്ത്രം വ്യാഴാഴ്ച ദിവസം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നതിലൂടെ വളരെയധികം ഫലത്തെ അത് ലഭിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഓം ഗും ഗുരുഭ്യോ നമ എന്ന ഗുരുമന്ത്രവും വ്യാഴാഴ്ച ദിവസം ജപിക്കാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളിയാഴ്ച ജപിക്കേണ്ട മന്ത്രങ്ങൾ ഒന്ന് പരിചയപ്പെടാം. വെള്ളിയാഴ്ച ദുർഗാദേവിയെയോ മഹാലക്ഷ്മിയെയോ ആണ് ഭജിക്കേണ്ടത്. ഓം ശ്രീ ദുർഗേ നമ, ഓം ദും ദുർഗായ നമ എന്ന മന്ത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് വെള്ളിയാഴ്ച ദിവസം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. കൂടാതെ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രത്തെയും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ഇനി നമുക്ക് ശനിയാഴ്ച ദിവസം ജപിക്കേണ്ട മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയാണ് ഭജിക്കേണ്ടത്. കൂടാതെ അയ്യപ്പനെ ഭജിക്കുന്നതും വളരെ വിശേഷമാണ്. ഓം ശ്രീറാം ജയ റാം ജയ ജയ റാം എന്ന ഹനുമാന്റെ മന്ത്രമോ ഓം ഹം ഹനുമന്തേ നമ എന്ന മന്ത്രമോ കൂടാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമോ നിത്യം ശനിയാഴ്ച ദിവസം മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. വളരെ വിശേഷ ഫലത്തെ അത് നൽകും. ഓരോ ദിവസവും ഇത്തരത്തിൽ മന്ത്രങ്ങൾ കൃത്യമായിട്ട് അതാത് ദിവസത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ജപിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ദോഷങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. ഞായറാഴ്ച ദിവസം ഇത്തരത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും
നിങ്ങളിലേക്ക് അനുകൂലമായി എത്തുന്നതിന് അത് സഹായിക്കും. തിങ്കളാഴ്ച ദിവസം ഇത്തരത്തിൽ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതാകും. ചൊവ്വാഴ്ച ദിവസം ഇത്തരത്തിൽ മന്ത്രം ജപിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. ബുധനാഴ്ച ദിവസം ഇത്തരത്തിൽ മന്ത്രങ്ങൾ നിരന്തരമായി ജപിക്കുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതാണ്. വ്യാഴാഴ്ച ദിവസം ഇത്തരത്തിൽ നിരന്തരമായി മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ സന്തോഷം ജീവിതത്തിലേക്ക് താനെ എത്തുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം ഇത്തരത്തിൽ നിരന്തരമായി ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ വിജയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ശനിയാഴ്ച ദിവസം ഇത്തരത്തിൽ നിരന്തരമായി മന്ത്രം ജപിക്കുന്നതിലൂടെ ജാതക ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. കൂടാതെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അതിലൂടെ നീങ്ങുന്നതാണ്. 7 ദിവസം വളരെ നിർണായകമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇത്തരത്തിൽ ഒരു ഞായറാഴ്ച തുടങ്ങി ഒരു 6 ആഴ്ചകൾ, 1.5 മാസക്കാലം 6 ആഴ്ചകൾ ഇതുപോലെ കൃത്യമായിട്ട് ഈ മന്ത്രങ്ങൾ ഒന്ന് മനസ്സിൽ ജപിച്ചുകൊണ്ടേ, അതാത് ദിവസത്തെ മന്ത്രങ്ങൾ മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഒരു 3 ആഴ്ച മുതൽ നിങ്ങൾക്ക്, 3-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. അത്ഭുതങ്ങൾ തരുന്നതാണ് മന്ത്രങ്ങൾ, അനുകൂല ഊർജത്തെ തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.